ഹായ് എവരിവൺ, നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 7-ാം അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 7. അപ്പോൾ അവിടെ മോശ ഫറവോനോടും ഫറവോൻ്റെ മുന്നിൽ ദൈവം കൽപ്പിച്ചനുസരിച്ചുള്ള ചില അടയാളങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ മോശ ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. പക്ഷേ ദൈവം ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. നീ പല സയൻസ് നീ ഫറവോന് മുന്നിൽ ചെയ്യണം, പക്ഷെ ഫറവോൻ്റെ ഹൃദയം കഠിനമാകും എന്നുള്ള കാര്യം അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മോശയോട് ആദ്യം പറഞ്ഞു, നിനക്ക് വേണ്ടി അഹരോൻ സംസാരിക്കും, നീ ഫറവോന് മുന്നിൽ നീ ദൈവം, അഹരോൻ നിൻ്റെ പ്രോഫറ്റുമാകും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് 2-3 സയൻസ് ചെയ്യുവാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ അഹരോനോട് പറയുന്നത്, അഹരോൻ്റെ വടി മോശയോട് അഹരോനോട് പറയണം, അഹരോൻ്റെ വടി നിലത്തേക്ക് ഇടാൻ പറയണം. അപ്പം ആ നിലത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ വടി പാമ്പായിട്ട് മാറും എന്നുള്ളൊരു കാര്യം ഫറവോന് മുന്നിൽ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഫറവോന് മുന്നിലേക്ക് ചെല്ലുന്നു. ഇസ്രായേൽ മക്കളെ ദൈവത്തെ ആരാധിക്ക് വിടണം എന്നുള്ള ഒരു ആവശ്യം പറയുന്നു. ഫറവോൻ അംഗീകരിക്കില്ല. അതങ്ങനെയാണല്ലോ. പിന്നെ ആരോൻ്റെ വടി നിലത്തിട്ടുമ്പോൾ അത് പാമ്പായിട്ട് മാറിയപ്പോൾ ഫറവോൻ മന്ത്രവാദികളെയും വിദ്വാന്മാരെയൊക്കെ വിളിപ്പിച്ച് അവർ മന്ത്രമൊക്കെ ചൊല്ലി അവരുടെ വടിയിട്ടപ്പോൾ അതും പാമ്പായിട്ട് മാറാനായിട്ട് തീർന്നു. പക്ഷേ അഹരോൻ്റെ പാമ്പ് അവരുടെ പാമ്പിനെ അത് വിഴുങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത ഈ സെയിം മിറക്കിൾ തന്നെ അത് ഫറവോൻ്റെ വിദ്വാന്മാർ ചെയ്യുന്നത് ചെയ്തുകൊണ്ടും കൂടെ തനിക്ക് ഈ ജനത്തെ വിടുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അവരെ മോശയുടെയും അഹരോൻ്റെ മോശയുടെയൊക്കെ ഡിമാൻഡ് അത് ഫറവോൻ അംഗീകരിക്കാതെ അവരെ പുറത്താക്കുകയായിരുന്നു ചെയ്തു. അങ്ങനെ അതിനുശേഷം ദൈവം പറയുന്നു അടുത്ത മിറക്കിൾ ചെയ്യുവാനായിട്ട് മോശയോട് പറയുകയാണ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും പിന്നെയും ഫറവോൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, ഫറവോനോട് ഡിമാൻഡ് ചെയ്യുക, എന്നിട്ട് ആ വടി വെച്ച വെള്ളത്തിന്മേൽ അടിക്കാനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോശയും അഹരോനും അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഫറവോൻ പുറത്തായിരുന്ന സമയത്ത് അവിടേക്ക് ഫറവോനെ കാണാൻ ചെല്ലുന്നു. ഫറവോനോട് ഇസ്രായേൽ മക്കളെ ദൈവത്താരത്തേക്ക് വിടുവാനായിട്ട് പറയുന്നു. എന്നിട്ട് അഹരോൻ ആ വടി വെച്ച് വെള്ളത്തിൻ്റെ മേലിലേക്ക് അടിക്കുവാനായിട്ട് എടുത്തുന്നു. അപ്പോൾ ആ വെള്ളമെല്ലാം രക്തമായിട്ട് തീർന്നിട്ട് അവിടെ മീനുകളും എല്ലാം ചത്തുപോയി. അപ്പോൾ ഫറവോൻ്റെ ഈ മന്ത്രവാദി വിദ്വാന്മാർ അവരും വന്ന് അവർക്കും ഈ സെയിം മിറക്കിൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഫറവോൻ്റെ ഹൃദയം പിന്നെ കഠിനമായി. ഇവരുടെ ഡിമാൻഡ് അംഗീകരിച്ചില്ല. അവർ കേൾക്കാതെ തിരിച്ച് പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചുറ്റും സാത്താൻ്റെ ശക്തിയും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. സാത്താനും പവർഫുള്ളാണ്. സാത്താൻ്റെതായിട്ടുള്ള ചില ശക്തികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ചുറ്റും നമ്മളിവിടെ വിശ്വാസികളെന്ന നിലയിൽ ദൈവമക്കളെന്ന നിലയിൽ നമ്മളുടെ ജീവിക്കുക നമ്മുടെ ചുറ്റും അന്ധകാരത്തിൻ്റെ ശക്തികളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്ത് പക്ഷേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മളുടെ കൂടെ ഉള്ള ദൈവം അത് മറ്റെല്ലാവരെക്കാളും പവർഫുള്ളാണെന്നുള്ള ചിന്തയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് ഇന്നത്തെ ചിന്ത ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മാറട്ടെ.